എല്ലാ വ്യാഴാഴ്ചയും നോമ്പാണ്, മാസത്തിലും നോമ്പാണ്. ഒരു സുന്നത്തും ഒഴിവാക്കാത്ത ആളാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. പള്ളിക്ക് വേണോ കൊടുക്കാൻ തയ്യാറാണ്, മദ്രസയ്ക്ക് വേണോ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള എത്ര മുതലാളിമാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നാട്ടിൽ വലിയ പ്രമാണിയാണ്, പക്ഷേ വീട്ടിൽ മാതാവുമായുള്ള ബന്ധം അകന്നു പോയ ആളാണ്. മാതാവിനോട് പിതാവിനോട് മിണ്ടാത്ത എത്ര ആളുകളുണ്ട്. ഈ ശബ്ദം ഒരു പക്ഷേ പ്രവാസ ലോകത്ത് നിന്ന് ഒരുപാട് പ്രവാസികൾ ഇത് കേൾക്കുന്നുണ്ടാകാം. ചില ആളുകളെങ്കിലും ജോലി തിരക്കിന്റെ പേരിൽ മാതാവിനെ വിളിക്കാൻ സമയമില്ലെന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായ ചെറുപ്പക്കാരെ, നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, ദയവ് ചെയ്ത് പറയട്ടെ, നിങ്ങൾ എന്ത് സമ്പാദിച്ചാലെന്താ, നിങ്ങൾ എത്രയോ വലിയ സംഭാവനകൾ പള്ളിക്ക് കൊടുത്താലെന്താ, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്താലെന്താ, ആ മാതാവ് നിങ്ങൾ നിന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഒരു ഫോൺ കോൾ ആണെങ്കിൽ ആ ഫോൺ കോൾ മാതാവിന് ചെയ്യാൻ സമയം കിട്ടാത്ത ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് എന്ത് പുണ്യമാണ് കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ഈ കൊടുക്കുന്ന സദഖയ്ക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? നിങ്ങൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് എന്ത് പ്രതിഫലമാണുള്ളത്? എൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് എത്രയോ ദിവസമായി എന്ന് ആത്മാഭിമാനത്തോടെ പറയുന്ന ചെറുപ്പക്കാരില്ലേ? എനിക്ക് സമയം തീരെയില്ല, എൻ്റെ ഉമ്മയെ തന്നെ വിളിച്ചിട്ട് എത്ര നാളായി എന്നാ അഭിമാനത്തോടെ പറയുന്നത്. ഇല്ല മോനെ, അത് അപമാനമാണ്, അത് അപമാനമാണ്, അത് അപമാനമാണ്. മാതാവിനെ വിളിക്കാത്ത ഏറ്റവും വലിയ അപമാനമാണ്. ആ അപമാനം നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയുടെ ലക്ഷണമാണ്. അത് നിന്റെ ആഖിബത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. എത്ര വിഷമമുണ്ടായാലെന്താ, എത്ര ജോലി തിരക്കിലാണെങ്കിലും, ഇനി ബിസിനസ് തന്നെ തകർന്ന് നീ ദുഃഖഭാരത്താൽ മാതാവിനെ വിളിക്കാൻ കഴിയുന്നില്ല എന്ന അഭിപ്രായം നിനക്കുണ്ടോ? മാറ്റിവെച്ചോ. ദിവസത്തിൽ ഒരു തവണയെങ്കിലും പ്രവാസ ലോകത്തുള്ള എൻ്റെ ചെറുപ്പക്കാരോട് എത്രയോ സമയം നാം ചെലവഴിക്കുന്നുണ്ട്. അതിലൊരു 5 മിനിറ്റ് എൻ്റെ ഉമ്മാനെ വിളിക്കാൻ എനിക്ക് ഉപയോഗപ്പെടുത്തിക്കൂടെ? എൻ്റെ വാപ്പാനെ വിളിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൂടെ? ചില വാപ്പമാര് പറയാറുണ്ട്, അവനവൻ്റെ ഉമ്മാനെ വിളിക്കും, പക്ഷേ എൻ്റെ സുഖവിവരം ഉമ്മാനോട് ചോദിക്കുന്നതല്ലാതെ ഞാനുമായി അവൻ വിളിക്കലില്ല. നഊദു ബില്ലാഹ്. ആ വിളിക്കാത്ത കാലമൊക്കെയും മാതാവിൻ്റെ പിതാവിൻ്റെ വേദന ശാപമായി അപമാനമായി നിന്റെ തലയിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്.